ആണെങ്കിൽ നിങ്ങളൊന്ന് ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ പ്ലാനിങ് ആണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാല് നമ്മുടെ എക്കണോമിക് പ്ലാനിങ് ആണ്. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൂന്ന് തരം ലിസ്റ്റുകളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് തോന്നുന്നു ക്ലാസ് നിങ്ങൾക്ക് അധികം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. നമ്മള് മൂന്ന് തരം ലിസ്റ്റുകളുണ്ട്. അതായത് ഒന്ന് യൂണിയൻ ലിസ്റ്റ്, രണ്ട് നമുക്ക് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, മൂന്ന് കൺകറന്റ് ലിസ്റ്റ് ആണ്. അങ്ങനെ മൂന്ന് തരം ലിസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഈ ലിസ്റ്റുകളില് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നതില് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുക. യൂണിയൻ ലിസ്റ്റിലെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നതില് സെൻട്രൽ ഗവൺമെന്റും തീരുമാനിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റും തീരുമാനിക്കും. ഓക്കെ. അതേസമയം നമുക്ക് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാ തീരുമാനിക്കുക? സ്റ്റേറ്റ് ഗവൺമെന്റും തീരുമാനിക്കാം. അതിലെ വിഷയങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റും തീരുമാനിക്കാം, സെൻട്രൽ ഗവൺമെന്റും തീരുമാനിക്കാം. പക്ഷെ ഇവര് രണ്ടുപേരും തമ്മിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ ആരുടെ അഭിപ്രായമാണ് നിലനിൽക്കുക? പിന്നെ പിന്നെ നിലനിൽക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമായിരിക്കും അന്തിമം. നമ്മൾ പറയില്ലേ, ജഡ്ജസിന് തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലെ കാര്യങ്ങളിൽ രണ്ടു കൂട്ടർക്കും, അതായത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും തീരുമാനം എടുക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് രണ്ടു കൂട്ടരും തമ്മിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലെ കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനമായിരിക്കും ഫൈനൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് എന്തിൽ ഉൾപ്പെട്ടതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സെൻട്രൽ ഗവൺമെന്റ് പ്ലാനിങ് നടത്തുന്നുണ്ട്, അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റും പ്ലാനിങ് നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ പ്ലാനിങ് കമ്മീഷൻ ഉണ്ട്, ഒരു 5 വർഷത്തേക്ക് പ്ലാൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓരോ പഞ്ചായത്തുകളും പഞ്ചായത്ത് തലത്തിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആസൂത്രണത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു മനുഷ്യനാണ് ആര്? എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയെ കുറിച്ച് നമ്മൾ പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നാണ് പറയുന്നത്. ആരാണ് എം വിശ്വേശ്വരയ്യ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ്. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ നമ്മുടെ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, സെപ്റ്റംബർ 15 ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഈ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ നമ്മളോട് പറഞ്ഞത്. ഓക്കെ. പിന്നെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIT അല്ല, NITയുടെ പേരാണ് വിശ്വേശ്വരയ്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? നാഗ്പൂരിലാണ്. പിന്നെ ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്ന് പറയുന്നതും ഇദ്ദേഹമാണ്. മറ്റൊരു കാര്യം ഇതിൽ ചേർക്കാത്തതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയെന്ന് അറിയാമോ? വിശ്വേശ്വരയ്യ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടകയിലാണ് കേട്ടാ, ഭദ്രാവതിയിലാണ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതെവിടെയാന്ന് പറഞ്ഞത് നമ്മള്? എവിടെയാണ്? ഭദ്രാവതി. ഭദ്രാവതി ഭദ്രാവതി എവിടെയാണ്? കർണാടക. ഓക്കെ, കർണാടക. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം കൂടി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. എന്തൊക്കെയാണ്? റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. അപ്പൊ എം വിശ്വേശ്വരയ്യ, ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ്. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 15 ആണ്. വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് മാത്രമല്ല, അല്ലെ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകം പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പിയാണ്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നാഗ്പൂരാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഭദ്രാവതി കർണാടകയിലാണ്. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ ആൻഡ് മെമ്മറി ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ, അതായത് നമ്മുടെ ബിഫോർ ഇൻഡിപെൻഡൻസ്
നമുക്ക് ചില പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാണ് കോൺഗ്രസ് പ്ലാൻ. കോൺഗ്രസ് പ്ലാൻ നിലവിൽ വന്നത് 1938-ലാണ്. 1938 നടന്ന 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ വെച്ച്, ഹരിപുര സമ്മേളനം ഉണ്ടോ, ഹരിപുര INCയുടെ ഹരിപുര സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. നമ്മുടെ ഒരു ചോദ്യമാണ്, ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വന്ന് ഏത് വർഷമാണ്, ആരുടെ അധ്യക്ഷതയിലാണ്? അപ്പൊ ഇത് രൂപീകരിച്ചത് 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ചാണ്. ഈ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അറിയാമോ? ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഈ 1932 ഹരിപുര സമ്മേളനത്തിലാണ്. തൊട്ടടുത്ത വർഷം 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി. കോൺഗ്രസിന്റെ ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതായത് പലപ്പോഴും നമുക്ക് ഈ INCയുടെ നേതൃത്വത്തിലേക്ക് ഒരു ഇലക്ഷൻ വേണ്ടി വരാറില്ല. ഒരാളുടെ പേര് നിർദ്ദേശിച്ച് വരാൻ എല്ലാവരും അത് ആദ്യം കൊണ്ട് തന്നെ പാസ്സാക്കും. അങ്ങനെയാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ പട്ടാഭി സീതാരാമയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ ഒരു മത്സരം നടത്തുകയും വളരെയധികം വിവാദങ്ങൾക്ക് ശേഷം സുഭാഷ് ചന്ദ്രബോസ് അതിൽ വിജയിക്കുകയും ചെയ്തു. ഓക്കെ, കുറച്ച് നീരുവീഴ്ചയുടെ പ്രശ്നങ്ങളുണ്ട്, ഒന്ന് ക്ഷമിക്കണം ഇടയ്ക്കേട്ടാ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്, ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഭാഗം കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കും. ഇതിന് കണക്ട് ചെയ്ത് പോണം. അപ്പോ 1938 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. അപ്പൊ 1938 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ അതിന്റെ ആ ഒരു ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആ സമ്മേളനത്തിൽ നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം. അടുത്തൊരു പ്ലാൻ വന്നതാണ് ഗാന്ധിയൻ പ്ലാൻ ആണ്. 1944, അതായത് ഗാന്ധിജിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ട പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ. ഇതിന് പ്രധാനപ്പെട്ട ആൾ ആരാന്നറിയോ? ശ്രീമൻ നാരായൺ അഗർവാൾ. മേ ബി നിങ്ങൾ SN അഗർവാൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് ശ്രീമൻ നാരായൺ അഗർവാൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രാധാന്യം കൊടുത്ത മേഖല നോക്കാം, കുടിൽ വ്യവസായവും പ്രാഥമിക മേഖലയുമാണ്. ഗാന്ധിജി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എപ്പോഴും അദ്ദേഹം അങ്ങനെ പറയുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ വീടുകളിൽ നിന്ന് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് ആളുകൾക്ക് ചെയ്യാവുന്ന വ്യവസായങ്ങള് നമ്മൾ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് അല്ലെ. പിന്നെ ഗ്രാമസ്വരാജ് എന്നുള്ള ആശയമൊക്കെ അദ്ദേഹത്തിന്റെയാണ്. ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം നമ്മളിപ്പോ വീടുകൾ തോറും, പണ്ടാണെങ്കിൽ വീട് തെറുപ്പ്, മാലകെട്ടല്, അല്ലെങ്കിൽ അച്ചാർ നിർമ്മാണം, ടൈലറിങ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വീടുകളിലൂടെ ചെയ്യാൻ പറ്റും. കയർ വിരിക്കൽ, അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ അല്ലെങ്കിൽ മറ്റ് ക്രാഫ്റ്റ് വർക്കോ അങ്ങനെയൊക്കെ. അപ്പൊ കുടിൽ വ്യവസായങ്ങൾ പ്രാധാന്യം കൊടുക്കുക. പിന്നെ പ്രാഥമിക മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല. കാരണം ആണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നതൊക്കെ കാർഷിക മേഖലയാണ്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കാനാണ് ഗാന്ധിയൻ പ്ലാനിൽ പറഞ്ഞത്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവാണ് JC കുമരപ്പ. ഇപ്പൊ ഗാന്ധിയൻ പ്ലാൻ 1944 SN നാരായൺ അഗർവാൾ ആണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ആരാണ്? JC കുമരപ്പയാണ്. പിന്നെ ജനകീയ പദ്ധതിയാണ് 1945 MN റോയ്. ജനകീയ പദ്ധതി എന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ എന്നും പറയും കേട്ടോ. പീപ്പിൾസ് പ്ലാൻ, ഇംഗ്ലീഷില് പീപ്പിൾസ് പ്ലാൻ. ഓക്കെ, പീപ്പിൾസ് പ്ലാൻ. ദെൻ സർവോദയ പദ്ധതിയാണ് 1950 ജയപ്രകാശ് നാരായണന്റെ ആയിരുന്നു സർവോദയ പദ്ധതി. ആചാര്യ വിനോബ ഭാവയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം സർവോദയ പദ്ധതി കൊണ്ടുവന്നത്. സർവോദയ പദ്ധതി എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനാണ്. 1950 നിലവിൽ വന്നു. പിന്നെ വരുന്ന ഒരു പ്ലാനാണ് ബോംബെ പ്ലാൻ. 1944 അത് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില പ്രമുഖ വ്യവസായികൾ 8 പേരാണ് ഉണ്ടായിരുന്നത്. അവരൊന്നിച്ചു ചേർന്നുണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു ബോംബെ പ്ലാൻ. അവര് പ്രാധാന്യം കൊടുത്തത്
വ്യവസായത്തിനായിരുന്നു. വ്യവസായത്തിലൂടെയാണ് ഇന്ത്യക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. ഇവര് അഗ്രികൾച്ചർ സെക്ടറിനെ നെഗ്ലക്ട് ചെയ്ത ആൾക്കാരാണ്. ഇവര് വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. ആരൊക്കെയാന്ന് നോക്കിയാൽ ആദ്യത്തെ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയാം. JRD ടാറ്റ, GD ബിർള, പിന്നെ പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ശ്രീറാം, MD ഫിറോഷ് ആണ് കേട്ടോ. ഫിറോഷ്, കസ്തൂർബായി ലാൽബായ്, അർദേശി ലാല്, പിന്നെ നമ്മുടെ ഒരേ ഒരു മലയാളിയായിട്ട് അതിലുണ്ടായിരുന്ന ആളാണ് ജോൺ മത്തായി. ജോൺ മത്തായി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ഇൻ ഇന്ത്യ. അതുപോലെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ മലയാളിയാണ്. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററും ആയിട്ടുണ്ട്. RBIയുടെ ഗവർണർ ആയിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. ജോൺ മത്തായി എന്ന് പറയുന്നത് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇക്കണോമിക് മേഖലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. യെസ്. ഇപ്പൊ ബോംബെ പ്ലാൻ 1944. നമ്മളിപ്പോ പറഞ്ഞ പ്ലാൻ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ കോൺഗ്രസ് പ്ലാൻ പറഞ്ഞു 1938. ഗാന്ധിയൻ പ്ലാൻ 1944 പറഞ്ഞു. ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ 1945 പറഞ്ഞു. സർവോദയ പദ്ധതി 1950 പറഞ്ഞു. ബോംബെ പ്ലാൻ 1944 പറഞ്ഞു. ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോവാം. ഇന്ത്യയിൽ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഗ്രെയിൻസ്, നമുക്ക് വേണ്ട നെല്ലും ഗോതമ്പും വേണമെങ്കിൽ തന്നെ അരിയും ഗോതമ്പിനും തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇമ്പോർട്ടർ ആയിരുന്നു. അപ്പൊ ഇവിടെ കാർഷിക മേഖല ഡൗൺ ആണ്. വ്യവസായങ്ങൾ വേണ്ടത്ര വളർന്നിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യനെ നമ്മൾ പതുക്കെ പതുക്കെ പൊക്കിക്കൊണ്ട് വന്നത് എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് USSRലാണ്. ഓക്കെ. അപ്പോ ഈ 1951 മുതൽ 2017 വരെ 1951 മുതൽ 2017 വരെ ഇന്ത്യയില് 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. 12 5-ഇയർ പ്ലാൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 5-ഇയർ പ്ലാൻസ് നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാല് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ. നിലവിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിലുണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യയിലില്ല. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ലാണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ വിശദമായിട്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾക്ക് ശേഷം നമ്മൾ പറയും. നിലവില് 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് പിന്നെ പഞ്ചവത്സര പദ്ധതികൾ തുടരാനായിട്ട് താല്പര്യമില്ല. അവർ വരുന്ന സമയത്ത് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ 12th പഞ്ചവത്സര പദ്ധതി 5-ഇയർ പ്ലാനിന്റെ സമയത്താണ് മോദി ഗവൺമെന്റ് വരുന്നത്. അപ്പൊ അവര് ആ നടന്നുകൊണ്ടിരുന്ന പദ്ധതി അവര് അവസാനിപ്പിച്ചു. ഓക്കെ. അത് 2017 വരെ പോയി. പിന്നെ അവർ തുടർന്നില്ല. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന് പകരം മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് എന്ത്? നിതി ആയോഗ്. എന്താണ് നിതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് എന്ത്? നമ്മുടെ നിതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. ഞാൻ ഇൻട്രോയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. പ്ലാനിംഗ് കമ്മീഷനാണ് നമുക്ക് 2017 വരെ ഉള്ള നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തത്. ഓക്കെ. അപ്പൊ ഒന്ന് നോക്കാം എന്താണ് ഒരു പദ്ധതി. ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. കണ്ടോ? നമുക്ക് വിഭവ റിസോഴ്സസ് ഉണ്ട്. അത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മുടെ റിസോഴ്സ് ആണ് അല്ലെ? നമ്മുടെ ഫോറസ്റ്റ് റിസോഴ്സ് ആണ് അല്ലെ? നമ്മുടെ ഫോറസ്റ്റ് ഉണ്ട്, നമ്മുടെ മിനറൽസ് ഉണ്ട്. ഓക്കെ. ദെൻ മിനറൽസ് ഉണ്ട്. പിന്നെന്തുണ്ട്? നമുക്ക് വാട്ടർ ഉണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും അതെല്ലാം നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലുള്ള കാര്യങ്ങൾ, നമ്മുടെ എൻവയോൺമെന്റ് തന്നെ നമ്മുടെ വലിയൊരു വിഭവമാണ്. അവിടെ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെ എങ്ങനെ നമ്മളത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മൾ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയില് പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലാണ്. അതിനാൽ അവ പഞ്ചവത്സര പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നു. പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്തത് ആസൂത്രണ കമ്മീഷനാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്
ജവഹർലാൽ നെഹ്റു ആണ്. കാരണം 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നത്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇനി ഇന്ത്യ എവിടെ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തത്? ഇന്ത്യ ഈ ആശയം കടമെടുത്തത് USSRൽ നിന്നാണ്, അതായത് ഇന്നത്തെ റഷ്യയിൽ നിന്നാണ്. അവിടെ ആദ്യമായിട്ട് ഇത് നടപ്പിലാക്കിയ ആളാണ് ജോസഫ് സ്റ്റാലിൻ. 1924 റഷ്യയിൽ ഒരു ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നത്. റഷ്യയിൽ ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാവുന്നത് എന്നാണ്? ഈ 1924 അപ്പൊ 1936. ഈ ഒരു സമയത്ത് അവിടെ അധികാരത്തിൽ വന്ന ആളാണ് ആര്? നമ്മുടെ സ്റ്റാലിന് മുന്നേ നമ്മുടെ അധികാരത്തിൽ വന്ന ആളാണ് ലെനിൻ. ഈ സമയത്ത് ലെനിനാണ് അധികാരത്തിൽ വന്നത്. അപ്പൊ ലെനിൻ കഴിഞ്ഞിട്ട് പിന്നെ വന്ന ആളാണ് ആര്? സ്റ്റാലിൻ. അപ്പൊ ഈ സ്റ്റാലിൻ വന്നു കഴിഞ്ഞപ്പോ സ്റ്റാലിൻ എന്ത് ചെയ്തു? സ്റ്റാലിൻ അവിടെ പഞ്ചവത്സര പദ്ധതിയൊക്കെ നടപ്പിലാക്കി. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇന്ത്യയിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ്? പെട്ടെന്നൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ച വർഷം ഒന്ന് കമന്റ് ചെയ്യാം. പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ജെൻസി, അന്ന, നീതു എല്ലാം ചെയ്തിട്ടുണ്ട്. ആരാണ് ആദ്യത്തെ പദ്ധതി ആരംഭിച്ചത്? ആരാണ് ആദ്യത്തെ പദ്ധതി ആരംഭിച്ചത്? ആരാണ് ആരംഭിച്ചത്? നെഹ്റു ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഈ ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ലോകത്ത് ആദ്യമായിട്ട് സ്റ്റാലിൻ ഇന്ത്യയിൽ ആരംഭിച്ചത് നെഹ്റു. ഓക്കെ, എവിടെ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി കടമെടുത്തത്? USSRൽ നിന്നാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, റഷ്യയിൽ നിന്നാണ്. യെസ്. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോവാം, അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അവർ ചെയ്തോളൂ. അപ്പൊ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, അല്ലെ? ഈ 4 ലക്ഷ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഈ 4 ലക്ഷ്യങ്ങൾ നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ടേംസ് പറയുന്നത് കേട്ടാ. ചിലർക്ക് മലയാളത്തിൽ ഫുള്ള് ആവുമ്പോ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വന്ന ആളുകൾക്ക് ഈ മലയാളം അത്ര ഈസി അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പല ടേംസും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ടേമും കൂടി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ തീരെ മനസ്സിലാവാത്ത ടേമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ചോദിക്കണം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം കേട്ടാ. അപ്പൊ അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ്. കണ്ടോ? നമ്മളിങ്ങനെ നമ്മൾ ഗ്രാഫ് എപ്പോഴും മുകളിലോട്ട് പോണം. കണ്ടോ? ഇതെപ്പോഴും മുകളിലോട്ട് പോണം. ഇതിങ്ങനെ താഴ്ത്തേക്ക് പോരാൻ പാടില്ല, ഇങ്ങനെ നെഗറ്റീവ് ആവാനും പാടില്ല. ഇതിപ്പോഴും മുകളിലോട്ട് പോണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഉൽപാദന വർധനവ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരു രാജ്യത്ത് ഉൽപ്പാദിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ നമ്മൾ പറയുന്നത് GDP എന്നാണ്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP, അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അല്ല, ദേശീയ വരുമാനമൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാവുന്ന കാര്യമാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിനുള്ള വളർച്ചയാണ്. നിങ്ങൾ ഈ പേപ്പർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പ്രസംഗമൊക്കെ ശ്രദ്ധിച്ച GDPയിൽ ഇത്രയും വളർച്ച ഉണ്ടായി അല്ലെങ്കിൽ വളർച്ച ഉണ്ടായില്ല, GDP ഇത്രയും കാണൂ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒന്നാം ഭാഗത്തിൽ ഇത്ര, രണ്ടാം ഭാഗത്തിൽ ഇത്ര GDPയിലെ വളർച്ച എന്നൊക്കെ നമുക്ക് നമ്മൾ ന്യൂസൊക്കെ അത്യാവശ്യം കാണുന്നവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും കേൾക്കാം. യെസ്. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ ലക്ഷ്യമാണ്. നമ്മുടെ GDPയുടെ വാല്യൂ ഉയർന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ 100 ടൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ 100 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കണം, കഴിഞ്ഞ വർഷം നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചത്? കഴിഞ്ഞ വർഷം 101 ഉണ്ടാവും, എന്നിട്ടാണ് ഈ വർഷം 100. അപ്പൊ ഈ കഴിഞ്ഞ പോലെ 101 ഉണ്ടെങ്കിൽ ഈ വർഷം അത് 103, 104, 110 ആയിട്ട് മാറണം. അപ്പൊ നമ്മുടെ ഗ്രാഫിങ്ങിനെ മുകളിലോട്ട് പോകണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം, സാമ്പത്തിക വളർച്ച. രണ്ടാമത്തെ ലക്ഷ്യമാണ് ആധുനികവൽക്കരണം അഥവാ
മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മോഡേണൈസേഷൻ എന്ത് ചെയ്യാം, നമ്മുടെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ AI ഒക്കെ ഉപയോഗിക്കാൻ പറയും അല്ലെ. പുതിയ ടെക്നോളജി എല്ലാ മേഖലയിലും പുതിയ ടെക്നോളജി വരാം. മെഷീനറീസ്, ഇൻഡസ്ട്രീസിലെ മെഷീനറീസും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരമായ കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ടെക്നോളജി കൊണ്ടുവരാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ടെക്നോളജി ഉപയോഗിക്കാം. ഇതാണ് സ്വാശ്രയത്വം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റിലയൻസ് ആണ് അല്ലെ. സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് റിലയൻസ് ആണ്. നമ്മൾ ആരും ആശ്രയിക്കുന്നില്ല. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വാശ്രയത്വം എന്ന് പറയുന്ന കാര്യം, നമുക്ക് സ്വാശ്രയത്തായി അല്ലെ. നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആശ്രയത്വം ഇല്ലാതാവും. സ്വാശ്രയത്വം ആണ് നമുക്ക് വേണ്ടത്, ആശ്രയത്വമല്ല. ഓക്കെ, ഇപ്പൊ സ്വാശ്രയത്വം സെൽഫ് റിലയൻസ് ആണ്. അപ്പൊ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി ആരാ? നമ്മളാ അല്ലെ. നമ്മളാണ് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ, നമ്മളൊക്കെ പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം. നമുക്ക് നമ്മുടെ ഇക്കോണമിയിൽ 3 സെക്ടറുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഈ കൃഷി, രണ്ടാമത്തെയാണ് വ്യവസായം, മൂന്നാമത്തെയാണ് സേവന മേഖല. ഇക്കോണമിയിലെ 3 സെക്ടറുകളാണ് ഏതൊക്കെ? ഈ കൃഷി, 2 വ്യവസായം, 3 സേവന മേഖല അല്ലെ. അപ്പൊ വിദേശ ആശ്രയത്വമൊക്കെ നമ്മൾ ഇല്ലാതാക്കുന്നു. ഇപ്പൊ മോദി ഗവൺമെന്റിന്റെ മെയിൻ സംഭവം എന്താ? മോദി ഗവൺമെന്റ് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ അല്ല, ഇന്ത്യയിൽ ഉണ്ടാക്കുക. അതായത് നമ്മൾ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് മാത്രം നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ എക്സ്പോർട്ടർ ആയിട്ട് മാറാം. പ്രത്യേകിച്ച് ചിപ്പുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇറക്കാതെ നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ മാത്രം ഇറക്കുക. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടർ ആവുന്നതിന് പകരം, അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ ഇമ്പോർട്ടർ ആകുന്നതിന് പകരം നമ്മൾ എന്തായിട്ട് മാറാം? നമ്മള് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ എക്സ്പോർട്ടർ ആയിട്ട് മാറണം. സ്വാശ്രയത്വം, ഡോളറിന് തിങ്കട് കിട്ടണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സമത്വമാണ് 4ാമത്തെ ലക്ഷ്യം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ. ഇവ നിറവേറണം. സമ്പത്തിന്റെ നീതിപൂർവമായി വിതരണം ഉണ്ടാകണം. നമുക്ക് സമത്വം ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, കുടിവെള്ളം, ആരോഗ്യരക്ഷ. അപ്പൊ 4 ലക്ഷ്യങ്ങൾ പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞോ. സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഇതൊക്കെയാണ് 4 ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് നാളെ പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോവാം. 12 പഞ്ചവത്സര പദ്ധതികളാണ് ഉള്ളത്. 1ാമത്തെ പദ്ധതി മുതൽ നമ്മൾ പോവാണ്. ഓക്കെ, അതിന് മുന്നായിട്ട് പഞ്ചവത്സര പദ്ധതികളും അവിടെ ലക്ഷ്യങ്ങളും ഉണ്ട്. നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതായ ഒരു ടേബിളാണ്. കാരണം ഈ ലക്ഷ്യങ്ങൾ ഓരോ പദ്ധതിയിലും നമ്മളോട് ചോദിക്കും കേട്ടാ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. 1ാം പദ്ധതി എന്ന് പറയുന്നത് 1951, 56 കാലയളവിലാണ് ഉണ്ടായത്. അവിടെ കാർഷിക മേഖലയുടെ വികസനമാണ് വന്നത്. എന്നാൽ ആദ്യം തന്നെ നമ്മൾ കാർഷിക മേഖലയുടെ വികസനമാണ് ലക്ഷ്യം വെച്ചത്. ഓക്കെ, 2ാം പദ്ധതിയുടെ വർഷം നോക്കാം. 1956, 61 വ്യാവസായിക വികസനം. കാർഷിക വികസനം കഴിഞ്ഞപ്പോ നമ്മൾ വ്യവസായ വികസനത്തിലേക്ക് പോയി. ദെൻ 61, 66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അതായത് ഭക്ഷണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറാനുള്ള നടപടികൾ നമ്മൾ അവിടെ ആരംഭിച്ചു. നിങ്ങൾ വിചാരിക്കും ഓരോ പഞ്ചവത്സര പദ്ധതി 5 വർഷം ആഡ് ചെയ്ത് പോയാൽ മതി. 51, 56, 56, 61, 61, 66, അടുത്ത 66, 71 ആകാം എന്ന് വിചാരിക്കാം. എന്നാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. 66 കഴിഞ്ഞിട്ട് പിന്നെ 69 അടുത്തത് ആരംഭിച്ചത്. 69, 74 അടുത്ത പദ്ധതി. അപ്പൊ ഈ 66, 69 കാലഘട്ടത്തിൽ എന്തുണ്ടായത്? ആ സമയത്ത് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല, ചില രാഷ്ട്രീയ അസ്ഥിരതകൾ കാരണം. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് നമുക്കൊരു പ്ലാൻ ഹോളിഡേ ആയിരുന്നു കേട്ടാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 56, 69 കാലഘട്ടത്തില് ഇവിടെ നമുക്കൊരു പ്ലാൻ 66, 69 കാലഘട്ടത്തിൽ ഒരു പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ആരും എക്സിറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്. എക്കണോമിക്സ് ഇങ്ങനെ കേൾക്കുമ്പോ വലിയ രസമൊന്നും ഉണ്ടാവില്ല, അധികം കഥയൊന്നുമല്ലല്ലോ. ഓക്കെ, അപ്പൊ 4ാം പദ്ധതി എന്ന് പറയുമ്പോ എന്താണ്? 1969, 74 നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് വെറുതെ വളർന്നാ പോരാ, സ്ഥിരതയോടുകൂടിയ വളർച്ച വേണം. സ്ഥിരത, നമ്മളിങ്ങനെ പോണം, നമ്മളിങ്ങനെ നേരെങ്കിലും പോണം, താഴത്തോട് ഒട്ടും പോരുത്, മുകളിലൂടെ പോണം, കുറച്ചെങ്കിലും വളർന്നുകൊണ്ടിരിക്കണം. 5ാം പദ്ധതി 74, 79 കാലഘട്ടത്തിലാണ് വന്നത്.
ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. 80-85 6ാം പദ്ധതി വന്നു. അടിസ്ഥാന സൗകര്യങ്ങള് മെച്ചപ്പെടുത്തലായിരുന്നു അതിന് നമ്മൾ ഉദ്ദേശിച്ചത്. ദെൻ 85-90 കാലഘട്ടത്തില് മോഡേണൈസേഷൻ ആണ് വന്നത്. തൊഴിലവസരങ്ങളുടെ വർധനവും വന്നു. 8ാം പദ്ധതി, അതിന്റെ ഇടയിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 90 കഴിഞ്ഞാൽ പിന്നെ 92-ലാണ് അടുത്ത പ്ലാൻ വന്നത് അല്ലെ. ഇവിടെയോ, ഇവിടെയും ഇടയ്ക്ക് പ്ലാൻ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചില്ല. അവിടെ നമുക്ക് ആനുവൽ പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോ 8ാം പദ്ധതിയില് ലക്ഷ്യമെന്ന് പറയുന്നത് മാനവശേഷി വികസനമാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ വികസിപ്പിക്കുക. 9ാം പദ്ധതി 97-2002 കാലഘട്ടം ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. 2002-2007 നമ്മള് 10ാം പദ്ധതിയില് മൂലധന നിക്ഷേപം. 11ാം പദ്ധതിയില് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്ന് വെച്ചാൽ നമ്മള് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, അതായത് ഇൻക്ലൂഡ് ദി എക്സ്ക്ലൂഡഡ്. നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ നിന്ന്, അതിന്റെ ഗുണങ്ങളിൽ നിന്ന് ആരും തന്നെ മാറി നിൽക്കാൻ പാടില്ല. 12ാം പദ്ധതി എന്ന് പറയുന്നത് സുസ്ഥിര വികസനമായിരുന്നു, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമുക്ക് ഇന്ന് കാണുന്ന ഭൂമി നമ്മുടെ ഭാവി തലമുറകളിലെ നമ്മൾ കടം വാങ്ങുന്നതെന്ന് പറയുന്നത്. അതായത് നമുക്കത് ഇങ്ങനെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള കടമയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് കരുതിയിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. അപ്പൊ 1ാം പദ്ധതി കാർഷിക മേഖല. കാർഷിക മേഖല വികസിച്ചാൽ പിന്നെ നമ്മൾ പോകുന്നത് വ്യവസായ മേഖലയിലേക്കാണ്. നമ്മുടെ ഫുഡിന്റെ നീഡ് നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത വന്നു. പിന്നെ നമ്മൾ പറയുന്നു സ്ഥിരതയോടുകൂടി വളർച്ചയാണ്. പിന്നെ നമ്മൾ പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പിന്നെ പറയുന്നു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണം കാർഷിക വ്യവസായ മേഖലകളിൽ. കാരണം കാർഷിക മേഖലയിൽ നമുക്ക് ഈ കൃഷി ചെയ്തു ഈ സാധനങ്ങള് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് എവിടേക്ക് എത്തണം, നഗരങ്ങളിലേക്ക് എത്തണം, തുറമുഖങ്ങളിലേക്ക് എത്തണം. അപ്പോ അല്ലെങ്കിൽ വ്യവസായശാലകളിലേക്ക് എത്തണം, അവിടുന്ന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എത്തണം, റോഡുകളുടെ സൗകര്യങ്ങൾ, വെയർ ഹൗസിങ്, നമ്മുടെ ലോജിസ്റ്റിക്സ് അല്ലെ, ഇതെല്ലാം നമുക്ക് മെച്ചപ്പെടണം. അപ്പൊ അടിസ്ഥാന സൗകര്യം അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുക. പിന്നെ 7ാം പദ്ധതി, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ആധുനികവൽക്കരണം വന്നു, മോഡേണൈസേഷൻ ആണ്. പിന്നെ നമുക്ക് തോന്നി നമ്മുടെ ആളുകളെ ഒന്ന് നന്നാക്കണം, അപ്പൊ മാനവശേഷി വികസനമാണ്. പിന്നെ മാനവശേഷിയൊക്കെ വികസിച്ചു, ഇത്രയും വികസനം വന്നു. പിന്നെ ഗ്രാമീണ വികസനം, നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകുന്നു അല്ലെ, ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. ഗ്രാമങ്ങളിൽ ചെല്ലാം, എന്താ പറയാ, മുന്തിരി തളർത്തു നോക്കാന്നൊക്കെ പറയുന്ന പോലെ ഇത്തരം വികസനമൊക്കെ ഉണ്ടായി. അപ്പൊ ഗ്രാമങ്ങളിലേക്കാണ് ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. പിന്നെ നമുക്ക് മൂലധന നിക്ഷേപമാണ്. ഓക്കെ, അപ്പം നമുക്ക് വിചാരിക്കാണ് ഓക്കെ നമുക്ക് കുറച്ച് നിക്ഷേപം വരട്ടെ, അങ്ങനെ മൂലധന നിക്ഷേപം. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എല്ലാ ജനവിഭാഗങ്ങളുടെയും വികസനമാണ്, സമഗ്ര വികസനമാണ്, എല്ലാവരും ഒന്നിച്ചു വരണം. അപ്പൊ അതിനുള്ള നടപടികൾ ആരംഭിച്ചു. 12ാം പദ്ധതിയിൽ പറഞ്ഞു നമുക്ക് വികസനം വേണം, പക്ഷെ അത് ഭാവി തലമുറകൾക്കും കൂടി ഭൂമി തിരിച്ചു കൊടുക്കണം. അപ്പോ ആ ഒരു ലെവലിൽ ബാലൻസ്ഡ് ആയിട്ട് എല്ലാം പോകണം. അങ്ങനെ നമ്മൾ സുസ്ഥിര വികസനം എന്നുള്ള ഒരാശയം വന്നു. ഇതാണ് നമ്മുടെ 12 പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും. ഓക്കെ ആണോ? ഇതന്നെയാണ് നമ്മുടെ 12 പദ്ധതിയിലും. വീണ്ടും ഇത് പറയും, പക്ഷെ ഇതൊരു സമ്മറിയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കേട്ടാ. ലക്ഷ്യം എന്താന്നുള്ളത് 1 വേർഡിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. കുറെ റിവൈസ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ, നമ്മൾ മറന്നൊക്കെ പോകും. ഓക്കെ, അപ്പൊ അടുത്ത പദ്ധതി പോവാം. നമുക്ക് 1ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോവാം. 1ാം പഞ്ചവത്സര പദ്ധതി 1951, 56 കാലഘട്ടമാണ്. ഏത് വർഷമാണ് ഇത് ആരംഭിച്ചതെന്നൊക്കെയുള്ള ചോദ്യം വരാറുണ്ട്. ഓക്കെ, 1951, 56 ആരംഭിച്ചു. അപ്പൊ ആ വർഷം, അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോ ആ ഒരു സമയത്ത് നമുക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചു. അപ്പൊ കുറെ പേര് അഭയാർത്ഥികളായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നു. ആ സമയത്ത് ഭക്ഷ്യക്ഷാമം അല്ലെ, നമ്മുടെ പോവർട്ടിയാണ് അല്ലെ. പിന്നെ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, അങ്ങനെ എല്ലാത്തിനും വില കൂടാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇഷ്യൂസ് ആയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. ഈ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഈ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ഡേറ്റ് എന്നാന്നൊന്ന് നോക്കിയേ. ഏപ്രിൽ 1, 1951 ഏപ്രിൽ 1-നാണ് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അല്ലെ.
ആരംഭിച്ചത്. ഇത് നമ്മൾ പ്രാധാന്യം നൽകിയ മേഖല പ്രധാനമായിട്ട് കൃഷിയാണ് കേട്ടോ. കൃഷിയാണ് പ്രധാന മേഖല. കൃഷി, വില സ്ഥിരത, അതായത് പ്രൈസ് സ്റ്റേബിൾ ആവണം, പ്രൈസ് സ്റ്റെബിലിറ്റി വേണം. ജലസേചനം, കൃഷി ചെയ്യണമെങ്കിൽ ജലസേചനം വേണ്ടേ, ഇറിഗേഷൻ വേണ്ടേ, വെള്ളം വേണ്ടേ. പിന്നെ വൈദ്യുതീകരണം. ഇനി കൃഷിയാണെങ്കിലും ജലസേചനം നന്നായി നടക്കണമെങ്കിൽ വൈദ്യുതി വേണം, മോട്ടർ അടിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ ഗതാഗതം ഈ മേഖലകളിലൊക്കെ നമ്മൾ പ്രാധാന്യം നൽകി. ഈ പദ്ധതി അറിയപ്പെടുന്നത് തന്നെ കാർഷിക പദ്ധതി എന്നാണ്. കാരണം നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്തു? കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു. ഇതറിയപ്പെടുന്നത് ഹരോഡ് ഡോമർ എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകളുടെ നാമത്തിലാണ്. അതാണ് ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. കാരണം ഇത് ഡിസൈൻ ചെയ്തത് അവരാണ്. പദ്ധതിയുടെ അവസാന 2 വർഷങ്ങൾ നല്ല ഉൽപാദനം കിട്ടി. അതുകൊണ്ട് പദ്ധതി വിജയകരമായിരുന്നു. ഓക്കെ, നമ്മുടെ കുറെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. അഭയാർത്ഥികളുടെ പുനരധിവാസം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വില നിയന്ത്രണം, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ നേടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാണ് കുടുംബാസൂത്രണ പരിപാടി. എന്താണ് ഈ കുടുംബാസൂത്രണം? അതായത് നമ്മുടെ പണ്ടത്തെ അപ്പന്മാര് അമ്മമാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് വന്ധ്യംകരണ പരിപാടികളൊക്കെ നടത്തി. അതായത് വാസക്ടോമി പോലെയൊക്കെ, പ്രത്യേകിച്ച് പുരുഷന്മാരെയും ഈ പറയുന്ന വന്ധ്യംകരണ പരിപാടികളിലേക്കൊക്കെ പോയി, അല്ലെങ്കിൽ പ്രസവം നിർത്തുന്ന പരിപാടികളൊക്കെ വ്യാപകമാക്കാനായിട്ട് ആരംഭിച്ചു. കാരണം നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഈ ജനസംഖ്യ മുഴുവൻ ഭക്ഷണം കൊടുക്കാനില്ല, അല്ലെങ്കിൽ അവർക്ക് ഉള്ള എല്ലാ നീഡ്സും. അപ്പൊ ജനസംഖ്യ കൂടുന്നു, അതിനനുസരിച്ച് നമുക്ക് റിസോഴ്സസ് ഇല്ലെങ്കിൽ അവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബ ആസൂത്രണ പരിപാടികൾ നെഹ്റു അന്ന് ആരംഭിച്ചു. 1952 ആരംഭിച്ചു. ഓക്കെ, അപ്പൊ സാമൂഹിക വികസന പദ്ധതി അടുത്തതാണ്. സാമൂഹിക വികസന പദ്ധതി അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് ഉദ്ഘാടനം ചെയ്ത് 1952 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2-ന് നമ്മൾ ഈ കുടുംബാസൂത്രണ പരിപാടിയൊക്കെ പറയുന്നതേ ശരിക്കും അത് ചെയ്യേണ്ടത് ചെറിയ പ്രായക്കാരെയാണ്. പക്ഷെ ഇത് എന്താ പറയാ, പ്രായമായ ആളുകളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവർക്ക് എന്തോ 100 രൂപയോ ബക്കറ്റോ അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ അവരൊക്കെ ഇതിന് പോകാൻ്റെ വരിയിലുണ്ട്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ എം മുകുന്ദന്റെ ഒരു ഡൽഹി ഗാഥകൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, നോവല്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കാം. അപ്പൊ ആ സമയത്ത് നിർബന്ധിതമായിട്ട് ഈ പരിപാടികളൊക്കെ നടപ്പിലാക്കിയതും അവിവാഹിതരെ പോലും അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലേക്ക് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആ നോവലില് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതൊക്കെ നിർബന്ധിതമായിട്ട് നടപ്പിലാക്കിയതിനെ കുറിച്ചിട്ടൊക്കെ നോവലാണ് കേട്ടത്, നോവലിലുണ്ട്. അത് വായിച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലാത്തവർക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2-ന് ആരംഭിച്ചു. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഏരിയയിലെ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കാണുന്ന പഞ്ചായത്തുകളില്ലേ, ആ പഞ്ചായത്തുകളുടെ മുൻഗാമിയാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇന്ന് വരുന്ന പഞ്ചായത്തുകൾ വന്നത് നമുക്ക് 1990-കൾക്ക് ശേഷമാണ്. അപ്പൊ ഈ പഞ്ചായത്തുകളുടെ മുൻഗാമി കേട്ടോ, മുൻഗാമിയാണ്, പിൻഗാമിയല്ല. ഈ പഞ്ചായത്തുകളുടെ മുൻഗാമി എന്ന് പറയുന്നത് ആരാ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഓക്കെ, അതുപോലെ ഇതിന്റെ ലക്ഷ്യം ഇതാണ്: ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനം. പിന്നെ നമ്മൾ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചു 1953-ല്. അതിന് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? റൂറൽ ഡെവലപ്മെന്റ് ആണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്. ഒരു നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞൊരു കാര്യം ആരംഭിക്കുന്നു. അതിൽ നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എടുത്ത് നോക്കിക്കോ. നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC സ്ഥാപിതമായി. നമ്മുടെ കോളേജുകളിലൊക്കെ അധ്യാപകരുടെ നിയമനങ്ങളും ചട്ടങ്ങളും ഒക്കെ ഏത് റൂള് പ്രകാരം നടക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ UGCയുടെ നിയമപ്രകാരമാണ് അല്ലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ UGC ഏത് വർഷമാണ് വന്നത്? ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്. 1953-ലാണ് UGC ആക്ട് പാസ്സാക്കിയ വർഷം 1956-ലാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെട്ടിരുന്ന കമ്മീഷനാണ്. ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായെന്ന് ചോദിച്ചാൽ ഡോക്ടർ S രാധാകൃഷ്ണൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ സ്ഥാപിതമായി
അതിന്റെ കമ്മീഷൻ സർവകലാശാല കമ്മീഷൻ അല്ലെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ഈ സർവകലാശാല കമ്മീഷനാണ്, അഥവാ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാ? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അപ്പൊ ഇതൊക്കെ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഓക്കെ ആണോ? ഈ ആ കാലഘട്ടത്തിൽ 5 IIT വന്നു. IIT എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഈ കേരളത്തിലൊരു IIT ഉണ്ട്, എവിടെയൊന്ന് കമന്റ് ചെയ്യാമോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേരളത്തിലൊരു IIT ഉണ്ട്, എവിടെയെന്ന് പറ, എന്നോട് പറ. എവിടെയാ കേരളത്തിലെ IIT? കേരളത്തിൽ IIT ഉണ്ടാ? പാലക്കാട്, ആൻമരിയ പോൾ, പാലക്കാട് IIT ഉണ്ട് അല്ലെ? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന 5 IIT ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. ഓക്കെ, പിന്നെ ഒരു തോട്ടപ്പള്ളി സ്പിൽവേ വന്നു 1955. ഇത് വന്നത് നമ്മുടെ ആലപ്പുഴയിലാണ്. അതായത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വന്നത്. ഓക്കെ, അപ്പൊ 1955 കേരളത്തിലാണ്, ആലപ്പുഴയിലാണ്. നമ്മുടെ ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ടത് 2.1% വളർച്ചയാണ്. പക്ഷെ നമ്മൾ കൈവരിച്ചത് 3.6% വളർച്ച. നമ്മൾ വിചാരിച്ചതിന് കൂടുതൽ നമ്മൾ വളർന്നു അല്ലെ? നമ്മൾ കൊള്ളാം, നമ്മൾ വളർന്നു. നമ്മൾ ടാർഗറ്റ് കുറവായിരുന്നു, 2.1% നമ്മൾ വിചാരിച്ചിട്ട് 3.6 നമുക്ക് എത്തിക്കാൻ സാധിച്ചു. ഇനി അടുത്തതാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഈ പറഞ്ഞ കക്ഷിയാണ്, ഈ KN രാജാണ് കേട്ടാ. KN രാജ് എന്ന് പറയുന്നത് മലയാളി എക്കണോമിസ്റ്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത പദ്ധതിയാണ്, ജലസേചനത്തിന് പ്രാധാന്യം കൊടുത്ത പദ്ധതിയാണ്. അപ്പോ ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാമത്തെയാണ് ബക്രാനങ്കൽ. ഏത് നദിയിലാണെന്നറിയാമോ? ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ് കേട്ടോ. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ് കേട്ടാ, മഹാനദി. ഓക്കെ, മഹാനദിയിലാണ്. ദാമോദർ വാലി ദാമോദർ നദിയിലാണ് ഈ അണക്കെട്ടുകളൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏത് സമയത്താണ് വന്നത്? ഈ വൻകിട ജലസേചന പദ്ധതികളൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് നിലവിൽ വന്നത്. ഓക്കെ, അണക്കെട്ടുകള് ആധുനിക ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു പറയാണ്, ആധുനിക ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് എന്താ? അണക്കെട്ടുകളാണെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ബക്രാനങ്കലിന്റെ നിർമ്മാണ സമയത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? സാറ ജോസഫിന്റെ ബുധിനി എന്ന് പറയുന്ന നോവല് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അതായത് സാറ ജോസഫിന്, എനിക്ക് തോന്നുന്നു 2021 22 അവർക്ക് വയലാർ അവാർഡ് കിട്ടിയ ഒരു കൃതിയാണ് ബുധിനി എന്ന് പറയുന്ന നോവല്. ബുധിനി എന്ന് പറയുന്നത് ഈ ദാമോദർ വാലി അണക്കെട്ട് നിർമ്മാണ സമയത്ത് അവിടെ ദാമോദർ വാലി പ്രൊജക്ടിൽ ജോലി ചെയ്ത ട്രൈബ്സിൽ പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇതിന് ഈ ദാമോദർ വാലിയുടെ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു മാല ഇട്ടു. അപ്പൊ ഈ ട്രൈബ്സിന്റെ ഒരു വിശ്വാസപ്രകാരം ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ മാല ഇട്ടാൽ പിന്നെ വിവാഹം കഴിച്ചു എന്നാണ്. അപ്പൊ അവര് പറഞ്ഞു അവിടെ കല്യാണം കഴിഞ്ഞു, നെഹ്റുവിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരവര് ട്രൈബിൽ നിന്ന് ആളെ പുറത്താക്കി. അവരുടെ ആ ഒരു ഏരിയയിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെറ്റിൽമെന്റിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവരോട് പുറത്താക്കപ്പെട്ടു. അപ്പൊ നെഹ്റുവിന്റെ രണ്ടാം ഭാര്യ എന്നൊക്കെ പറയുന്ന ആളാണ് ഈ ബുധിനി. അത് ഈ ദാമോദർ വാലി കോർപ്പറേഷന്റെ ആ ഒരു സമയത്താണ് സംഭവിച്ചത്. ദാമോദർ വാലി പണിയൊക്കെ നടക്കുന്ന അതിന്റെ ഉദ്ഘാടന സമയത്താണ് സംഭവിച്ചത്. അപ്പൊ ആ ഒരു ജാതീയതയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു നോവലാണ് സാറ ജോസഫിന്റെ ബുധിനി എന്ന് പറയുന്ന നോവൽ കേട്ടാ, ബുധിനി. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാം പദ്ധതി പറഞ്ഞില്ലേ? ഒന്നാം പദ്ധതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. നോട്ട് അയക്കുമ്പോൾ നിങ്ങൾ വായിക്കുക. നമുക്ക് 12 പദ്ധതിയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ പദ്ധതിക്ക് പോവാണ് കേട്ടോ. നമുക്ക് വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണിത്.
പക്ഷെ നമ്മൾ കുറെ വായിക്കണം, നമ്മൾ മറന്നു പോകും എല്ലാം പഠിച്ചു കഴിയുമ്പോൾ. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ആ ലെവലിൽ നിങ്ങൾ വായിക്കാം. ഓക്കെ. ഈ രണ്ടാം പദ്ധതി കേട്ടാ, രണ്ടാം പദ്ധതി 1956 61 വന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 1961 വന്നത്. ഇവിടെ നമ്മൾ ചിന്തിച്ച കാര്യം എന്താണ്? നമ്മുടെ വ്യവസായവൽക്കരണം. ഓക്കെ. ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, അടിസ്ഥാന വ്യവസായങ്ങൾ, ഗതാഗത വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. കണ്ടോ? ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. അടിസ്ഥാന ഘടന വ്യവസായങ്ങൾ, അതായത് നമ്മുടെ അടിസ്ഥാനമായ ഇരുമ്പയിര് അല്ലെ, അയണോറൊക്കെ പോലത്തെ അങ്ങനെയുള്ള അടിസ്ഥാന വ്യവസായങ്ങളൊക്കെ നമ്മൾ പ്രാധാന്യം നൽകി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്ലാൻ ആണ് ഇത്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഹു ഈസ് മഹലനോബിസ്? മഹലനോബിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ്. ആരാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ് PC മഹലനോബിസ്. സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ 29 ഇന്ത്യയിൽ എന്തായി ആഘോഷിക്കുന്നു? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഇദ്ദേഹം പുറത്തിറക്കിയ ഒരു ജേണലാണ് സംഖ്യ എന്ന് പറയുന്ന ജേണൽ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI കൊൽക്കത്ത രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് PC മഹലനോബിസ് ആണ്. ഇതെല്ലാം നമ്മൾ PC മഹലനോബിസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ്. ജൂൺ 29 അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നു. അദ്ദേഹം സംഖ്യ എന്ന് പറയുന്ന ജേണൽ പുറത്തിറക്കി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി. അപ്പൊ അദ്ദേഹം നേതൃത്വം കൊടുത്ത, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ട നമ്മുടെ പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക. ഓക്കെ. ഇതിന് പിന്നെ നമ്മൾ സോഷ്യലിസത്തോട് നമ്മളൊരു ചായ്വ് കാണിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലോകത്ത് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെ? മുതലാളിത്ത രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ക്യാപിറ്റലിസ്റ്റ്. 2 സോഷ്യലിസമാണ്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. നമ്മൾ റഷ്യയിലൊക്കെ നമുക്ക് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ചൈന, അതൊക്കെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അത് ഗവൺമെന്റ് തന്നെ എല്ലാം ഓൺ ചെയ്യുന്നു, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല, എന്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉൽപാദനം, ഇതൊക്കെ സോഷ്യലിസത്തിന്റെ കാഴ്ചപ്പാടാണ്. ക്യാപിറ്റലിസ്റ്റ് ഇതിൽ അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങളിൽ അവർക്ക് ഈ ബിസിനസ്സുകാർക്ക് എന്ത് ലാഭം ഉണ്ടാക്കുന്നു ആ ബിസിനസ്സാണ് അവർ ചെയ്യുക, അല്ലാണ്ട് ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് അവരുടെ കൺസേൺ അല്ല. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സമ്പദ് വ്യവസ്ഥയാണ് ഏത്? മിക്സഡ് ഇക്കോണമി. അതായത് നമ്മുടെ ഈ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങള് കൂട്ടിയിണക്കിക്കൊണ്ടുള്ളതാണ് മിക്സഡ് ഇക്കോണമി. അപ്പൊ ഒരു മിക്സഡ് ഇക്കോണമിയാണ്. ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമി ആയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. നെഹ്റു ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് ഇക്കോണമി തെരഞ്ഞെടുത്ത്. കേട്ടാ, ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഇക്കോണമിക്സ് ഇൻ ദ വേൾഡ്. അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്നത് സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾ കാര്യമായ വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല. ഇത് MSME എന്ന് പറയും, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ്. സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 1956 ഒരു പുതിയ വ്യാവസായിക നയം അംഗീകരിച്ചു. 1956 ഒരു വ്യാവസായിക നയം വന്നു. ഈ വ്യാവസായിക നയം അറിയപ്പെടുന്നത് എന്തെന്നാണെന്നറിയോ? ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ്? 1956 വ്യാവസായിക നയം. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? 1956 വ്യാവസായിക നയമാണ്. കേട്ടാ.
ഇതിന് ഉപലക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാത്തിനും നമുക്ക് ദേശീയ വരുമാനം ഉയർത്തണം, തൊഴിലില്ലായ്മ കുറയ്ക്കണം, അതൊക്കെ നമ്മൾ എല്ലാ പദ്ധതിയിലും അതിന്റെ ഉപലക്ഷ്യങ്ങളായിട്ട് വരണ കാര്യങ്ങളാണ്. ഇവിടെ ദാ പറയുന്നു, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മുടെ 4.5 വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത്. അതായത് നമ്മുടെ ടാർഗറ്റഡ് ഗ്രോത്ത് 4.5 ആയിരുന്നു, 4.3 നമ്മൾ രേഖപ്പെടുത്തിയ വളർച്ച. അത് 0.2% കുറവായിരുന്നു. ഒന്നാം പദ്ധതിയിലും രണ്ടാം പദ്ധതിയിലും ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തതും ആക്ച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അതല്ലാണ്ട് ചോദിച്ചിട്ടില്ല എന്നല്ല, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എക്സാം ഒന്ന് ടഫ് ആക്കണമെങ്കിലോ ഒക്കെയാണ് അത് ചോദിക്കുക. അപ്പൊ ഇത് അത്രയും റിവിഷൻ ചെയ്ത് പോയ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് കിട്ടും, അല്ലെങ്കിൽ കറക്കി കുത്തണം ശരിയാക്കും. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ 1-2 പദ്ധതിയൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അവസാന ലാസ്റ്റ് പദ്ധതിയും പഠിച്ചോ. പിന്നെ 5-ാം പദ്ധതിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന്, അതായത് പരീക്ഷയിൽ എപ്പോഴും ചോദ്യം വരണ പദ്ധതിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുക. ബാക്കി എല്ലാത്തിനും വളർച്ചാ നിരക്ക് നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങളത് നോക്കി വെക്കാം. ഓക്കെ. ഇനി രണ്ടാം പദ്ധതി കാലത്ത് നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒന്ന്, നാഷണൽ ഹൈവേസ് ആക്ട് 1956. നാഷണൽ ഹൈവേസ് ആക്ട് 1956 അല്ലെ, 1956. ദെൻ ഇന്ത്യൻ പാർലമെന്റ് എന്ത് പാസാക്കി? ഇന്ത്യൻ പാർലമെന്റ് കമ്പനീസ് ആക്ട് പാസാക്കി. ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് എന്ത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട്. കണ്ടോ, അത് പാസ്സാക്കിയത് രണ്ടാം പദ്ധതി കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് TV സംപ്രേഷണം ആരംഭിച്ചു നമ്മുടെ ദൂരദർശൻ അല്ലെ, 1959 നിലവിൽ വന്നു. ദെൻ DRDO നിലവിൽ വന്നു. എന്താണ് DRDO? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ DRDO. വർഷം നോക്കാം, 1958. അങ്ങനെ ഒരു സ്ഥാപനം കേട്ടിട്ടുണ്ടോ? കേട്ടില്ലാത്തവരോട് പറയാണ്, അങ്ങനെ ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ട്, DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. നമ്മുടെ പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. ഏത് വർഷം? 1960. അപ്പൊ നമ്മുടെ പ്ലാൻ 56-61 വരെയാണ്. സിന്ധു നദീജല കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1960. ഈ സിന്ധു നദീജല കരാറല്ലേ ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ മോദി റദ്ദ് ചെയ്തത്, സസ്പെൻഡ് ചെയ്ത് വെച്ചത്. പുള്ളി പറഞ്ഞു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളമാണ് പാകിസ്ഥാന്റെ ഒരു ജീവനാഡിയായിട്ടുള്ളതാണ് സിന്ധു നദി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ സിന്ധു നദീജല കരാർ 1960 ഒപ്പുവെക്കുമ്പോ നമ്മുടെ മധ്യസ്ഥത ആരായിരുന്നു? ഇതിന് മധ്യസ്ഥത വഹിച്ച ആരാന്നറിയോ? മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആയിരുന്നു കേട്ടാ. ഇന്ത്യക്കും പാകിസ്ഥാനുടെ ഇടയിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. നമുക്ക് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും, എന്നാലും നമുക്ക് കുറെ പോയിന്റ് ഒക്കെ പറഞ്ഞു പോവാം. അപ്പൊ മധ്യസ്ഥത വഹിച്ചത്, അതായത് സിന്ധു നദീജല കരാർ 1960 ഒപ്പുവെച്ചപ്പോ അതിന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഇടയിൽ അധ്യക്ഷത അല്ല മധ്യസ്ഥത വഹിച്ചത് ആരാണ്? ലോകബാങ്കാണ് കേട്ടാ. അപ്പൊ ഇതിപ്പോ കറണ്ട് അഫെയർ ആയിട്ട് വരാം. കാരണം എന്താ? സിന്ധു നദീജല കരാറ് നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചു. എന്നതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന്. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടാ. അടുത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായി. ഇന്ന് എക്സാമിന് വന്നിട്ടുണ്ട്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിതമായി എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വന്നിരുന്നത് അല്ലെ. പക്ഷെ ഇത് 2-ാം പദ്ധതി കാലത്താണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞാൽ വർഷം പഠിക്കുക 1957. ഇന്ത്യൻ റെയിൽവേ ലൈൻ ശാക്തീകരിക്കുകയും കൽക്കരിയുടെ ഉൽപാദനം ഗണ്യമായിട്ട് കൂട്ടുകയും ചെയ്തു. പിന്നെ 2-ാം പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്കു ശാലകളാണ് ദുർഗാപൂര്, ഭിലായി, റൂർക്കേല. നമ്മുടെ 1-ാം പദ്ധതി കാലത്ത് നമ്മൾ പ്രധാനപ്പെട്ട 3 ജലസേചന പദ്ധതികളാണ് പഠിച്ചത്. 2-ാം പദ്ധതി കാലത്ത് നമ്മൾ എന്താ പഠിക്കുന്നത്? പ്രധാനപ്പെട്ട 3 ഇരുമ്പുരുക്ക് ശാലകളാണ് പഠിക്കുന്നത്. ദുർഗാപൂര് എവിടെയാണ്? ദുർഗാപൂര് വെസ്റ്റ് ബംഗാളിലാണ്. ഈ ദുർഗാപൂര് ഇരുമ്പുരുക്ക് ശാല നിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിച്ച വിദേശ രാജ്യമാണ് ബ്രിട്ടൻ. ഇപ്പൊ ദുർഗാപൂര് വെസ്റ്റ് ബംഗാളിലാണ്. അത് നിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിച്ച രാജ്യമാണ് ബ്രിട്ടൻ. അടുത്താണ് ഭിലായ്. ഭിലായി ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കാനായിട്ട് നമ്മളെ സഹായിച്ച രാജ്യമാണ് റഷ്യ. മൂന്നാമത്
റൂർക്കേലയാണ്. റൂർക്കേല ഒഡീഷയിലാണ്. ഒഡീഷയിലെ റൂർക്കേലയിൽ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിക്കാനായിട്ട് നമ്മളെ സഹായിച്ച രാജ്യം ജർമ്മനി. ജർമ്മനി, റൂർക്കേല അങ്ങനെ ഓർക്കുക. ദുർഗാപൂർ, ബ്രിട്ടൻ. എന്താ പിന്നെ ബിലായ് ഛത്തീസ്ഗഡ്, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഛത്തീസ്ഗഡ്, റഷ്യ, ബിലായ്. SCERT ബേസ് ആണ് ഈ സാധനങ്ങളൊക്കെ. SCERTയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. SCERTയിൽ എന്തുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, ഞാൻ അടുത്ത 3-ാം പദ്ധതിക്ക് പോയിക്കോട്ടെ. 3-ാം പദ്ധതി കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അത്രയും നേരം കൂടി നിങ്ങൾ നീക്കുക കേട്ടാ. ചിലരൊക്കെ കുറച്ച് പേര് 9:30 ഞങ്ങളുടെ സമയമായി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൊ 3-ാം പദ്ധതി 1961-66. ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതി തുടങ്ങുന്നത് 61-ലാണ്. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത് 1966-ലാണ് കേട്ടാ ഇന്ദിരാഗാന്ധി വരുന്നത്. ഓക്കെ, ഇന്ദിരാഗാന്ധി വരുന്നത് 1966-ലാണ്. ആ സമയത്ത് എന്താണ് ആ പുള്ളിക്കാരി അതിന്റെ അധ്യക്ഷയായിട്ട് മാറി എന്നാണ് പറയുന്നത്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോ ഇന്ദിരാഗാന്ധി പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് മാറി. അങ്ങനെ ആള് അധ്യക്ഷത വഹിച്ചു. ഇത് ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വാശ്രയം, സ്വയം പര്യാപ്ത. 3-ാം പദ്ധതി സ്വാശ്രയത്വം, സ്വയം പര്യാപ്തതയായിരുന്നു. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഇവർ ചെയ്തൊരു കാര്യമാണ്, നമ്മൾ കാർഷിക പദ്ധതി, രണ്ടാമതൊക്കെ വ്യവസായ പദ്ധതി വന്നു. ഇതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ എക്സ്പോർട്ട്, അതുപോലെ വ്യവസായം, അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി. കാർഷിക മേഖല എന്തെങ്കിലും ഉണ്ടായാലാണ് കയറ്റുമതി ചെയ്യാനുണ്ടാവുള്ളൂ. കാർഷിക മേഖലയിൽ എന്തെങ്കിലും ഉണ്ടായാലാണ് ഇൻഡസ്ട്രീസിന് വേണ്ട റോ മെറ്റീരിയൽ കിട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നമ്മൾ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി. പക്ഷേ ഈ പദ്ധതി അമ്പേ പരാജയമായിരുന്നു. റീസൺ എന്താണെന്നറിയോ? 1962 ഇന്ത്യ ചൈന യുദ്ധം വന്നു. ഇന്ത്യ-ചൈന യുദ്ധം. പിന്നെ 65 ഇന്ത്യ പാക് യുദ്ധം വന്നു. 65-66 ഒരു കടുത്ത വരൾച്ച, ഒരു ഡ്രോട്ട് വന്നു. സോ നമുക്ക് 5.6% വളർച്ച ലക്ഷ്യമിട്ടെങ്കിലും നമുക്ക് 2.8 നേടാൻ സാധിച്ചുള്ളൂ കേട്ടാ. അപ്പൊ 61-66 കാലഘട്ടത്തിൽ നടന്ന നമ്മുടെ 3-ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു. അതിന് കാരണം 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാക് യുദ്ധം, 65-66 കടുത്ത വരൾച്ച. 62 തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1962 എന്താ പ്രഖ്യാപിച്ചത്? ദേശീയ അടിയന്തരാവസ്ഥ. ജവഹർലാൽ ദേശീയ അടിയന്തരാവസ്ഥ. എന്താ അടിയന്തരാവസ്ഥ എന്നറിയോ? അടിയന്തരാവസ്ഥ എന്നുള്ള കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടാവും എന്താന്നൊക്കെ അതറിയില്ല. അപ്പോ അടിയന്തരാവസ്ഥയൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷെ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ ആകെ 3 പ്രാവശ്യമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് 1962, 1971, 1975 കേട്ടാ. അത് ഓർത്ത് വെക്കാം. 75 ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥയെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഭാഗമാണിത്. പക്ഷെ നമുക്ക് ഇതും കൂടി നമ്മുടെ എക്കണോമിക്സിന് കൂടെ പഠിച്ചു പോകണം അല്ലേ? ഓക്കെ, നമ്മൾ 3-ാം പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ റെവല്യൂഷൻ അല്ലെ? ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാല് ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അതായത് ഹൈ യീൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്. HYVS എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഹൈ യീൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, രാസവളങ്ങള്, രാസ കീടനാശിനികള് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തുക. അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കൂട്ടുക. ഇന്ത്യ ഫുഡിന്റെ ഒരു എക്സ്പോർട്ടർ ആയിട്ട് മാറാം. ഇന്ത്യക്ക് ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചു. ഈ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാന്നറിയാമോ?
ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരായിരുന്നു? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം എപ്പോഴാണ് മരിച്ചത്? 2023 സെപ്റ്റംബർ 28 അദ്ദേഹം മരിച്ചു. 2023 സെപ്റ്റംബർ 8 ഡോക്ടർ എം എസ് സെപ്റ്റംബർ 28 ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചു. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അന്തർദേശീയ തലത്തില് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ഇ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് നോർമൻ, എന്തൂസിയാസ്റ്റിക് ആളുകൾക്ക് വേണ്ടി ഞാൻ എഴുതിയാണ്. ചിലവർക്ക് ആ വാക്ക് കേൾക്കുമ്പോ അതൊന്ന് എഴുതണം. എന്തോന്നോ നോർമൻ ഇ ബോർലോഗ് കേട്ടാ. അതായത് അന്താരാഷ്ട്ര തലത്തില് അദ്ദേഹം ഒരു മെക്സിക്കോകാരനായിരുന്നു. അവിടെയാണ് ഹരിത വിപ്ലവത്തിന് അദ്ദേഹമാണ് ലോകത്ത് തന്നെ തുടക്കം കുറിച്ചത്. മെക്സിക്കോക്കാരനാണ് കേട്ടോ, മെക്സിക്കോ. ഓക്കെ. അപ്പൊ ഹരിത വിപ്ലവം നമ്മൾ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കി. അതിന്റെ ആദ്യത്തെ ഫേസ് നടപ്പിലാക്കി. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും രാസകീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല പ്രൊഡക്ഷൻ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി അങ്ങോട്ട് കൂട്ടാ, ടൺ കണക്കിന് ഉൽപാദനം. ഓക്കെ. അപ്പോ അടുത്തത് NCERT സ്ഥാപിതമായി. 1961 NCERT സ്ഥാപിതമായി. കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു. 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു. ഇത് എന്ത് കമ്മീഷനാണ്? ഇവിടെ ടീച്ചർമാരാൻ പഠിക്കുന്ന ആൾക്കാർ പറയാം, ഇത് എന്ത് കമ്മീഷനാണ്? ഇതൊരു എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ നമ്മൾ പഠിച്ചു. അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്, സർവകലാശാല കമ്മീഷനാണ്. ഇത് എന്താണ്? കോത്താരി കമ്മീഷനാണ്. ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് എന്ന് പറയുന്നത് DS കോത്താരിയാണ്. ഈ മനുഷ്യനാണ് പറഞ്ഞത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്? ആരാ? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ്. ഓക്കെ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അല്ല, ഇന്ത്യ പാക് യുദ്ധം 65 ആരംഭിച്ചു. ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു താഷ്കന്റ് കരാറ് ഒപ്പുവെച്ചു. നമ്മുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. അദ്ദേഹം ഈ കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയി? താഷ്കന്റിന് പോയി. താഷ്കന്റ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉസ്ബെക്കിസ്ഥാനാണ് കേട്ടാ. അന്നത്തെ പാകിസ്ഥാന്റെ അധീനതയിലുണ്ടായിരുന്ന ഉസ്ബെക്കിസ്ഥാൻ പുള്ളി പോയി. പക്ഷെ പാവം അവിടെ വെച്ച് ഇത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി മരിച്ചുപോയി. 1966 ജനുവരി 10 ഇത് ഒപ്പുവെച്ചത്. ഒരു കൊച്ചു കുരുവിയുടെ വിജയം എന്നറിയപ്പെടുന്ന കരാർ ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ താഷ്കൻ കരാറാണ്. ഓക്കെ. അടുത്ത പരിപാടിയാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. 1965 എവിടെ സ്ഥാപിതമായി? ആനന്ദ് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിൽ. ആനന്ദ്, ഗുജറാത്ത്. ഇതാരുടെ നേതൃത്വത്തിലാണോ? മലയാളിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ പാൽക്കാരൻ അമുൽ എന്ന് പറയുന്ന ബ്രാൻഡ് കാരണക്കാരനായിട്ടുള്ള ഇന്ത്യൻ ധവള വിപ്ലവമായിട്ടുള്ള ഇന്ത്യൻ വൈറ്റ് റെവല്യൂഷൻ ധവള വിപ്ലവത്തിന് പിതാവായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ. ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 ആരംഭിച്ചത്. അമുൽ എന്ന ബ്രാൻഡൊക്കെ വരാനായിട്ട് പിന്നീട് കാരണമായിട്ട് മാറി. മേ ബി നിങ്ങൾ ഇർമ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ടുണ്ടാവാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്. ഇവിടെ MBA കാരുണ്ടെങ്കിൽ MBA കാർക്ക് അറിയാം. ഇന്ത്യൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, ഇർമ. ഇത് ആനന്ദ് എന്നതാണ് റൂറൽ മാനേജ്മെന്റ് പ്രത്യേകമായിട്ട് നമ്മൾ എന്താണ് ഉള്ള സ്ഥാപനമാണ്. പ്രത്യേക എക്സാം ഒക്കെയാണ് അവിടെ. MBA പഠിക്കാൻ പോകണമെങ്കിൽ, റൂറൽ മാനേജ്മെന്റ് പഠിക്കാൻ പോകണമെങ്കിൽ നമ്മൾ പ്രത്യേകം എക്സാം എഴുതിയിട്ട് നമുക്ക് പോവാം. നല്ലൊരു ഓപ്ഷനാണ്. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരു നല്ല സ്ഥാപനത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഒക്കെ എഴുതി നോക്കാം. ഓക്കെ. ഇനി ഇന്ത്യയുടെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് പഞ്ചവത്സര പദ്ധതി ഏത് വർഷം? അത് 1962 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 3-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തില് നടപ്പിലാക്കിയത്. ഇത് നമ്മൾ പറഞ്ഞു, ഇത് പരാജയപ്പെട്ടു. കാരണം ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം, അടിയന്തരാവസ്ഥ, വരൾച്ച, ഇതൊന്നും പറയാനില്ല അല്ലെ? ഒന്നും പറയാനില്ല. അപ്പൊ അത് ഉടനെ തന്നെ നമുക്ക് അടുത്ത പദ്ധതി തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷ കാലഘട്ടമാണ്. അങ്ങനെ നമുക്ക് 3 വാർഷിക പദ്ധതികൾ നിലവിൽ വന്നു. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അല്ലെ? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. 66 കയറിയിട്ട് ആള് ഏകദേശം 77 വരെ തുടർച്ചയായിട്ട് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു
ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അവർ തന്നെയായിരുന്നു. 77, പിന്നെ 77 അവർക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ 80 അവർ വീണ്ടും വന്നു. 80 മുതൽ 84 വരെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 84 അവര് അസാസിനേഷൻ, അല്ലെ, അവര് മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി 4ാം പദ്ധതി നമ്മൾ പറയുന്നില്ല, കാരണം നമുക്കത് പറഞ്ഞപ്പോ തീരില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ 3 പദ്ധതികളും പഞ്ചവത്സര പദ്ധതികളുടെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.